ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നവീൻ, നവീൻ ഇവിടെ ഇരിക്കെ. എന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരുന്നേ? ഞാൻ തന്റെ മുന്നിലേക്ക് വന്നില്ലേ, പിന്നെ നിന്നെ ഫോൺ എടുക്കുന്നേ? ഇങ്ങനെ വരുന്നതല്ലേ ഒരു സർപ്രൈസ്. സർപ്രൈസുകളുടെ രാജകുമാരിക്ക് ചെറുതെങ്കിലും ഒരു സർപ്രൈസ് എന്റെ വകയിരിക്കട്ടെ. ഞാൻ നവീനെ എത്ര മിസ് ചെയ്തെന്നറിയോ? ഞാൻ ഇവിടെ കിടക്കുമ്പോഴും എന്റെ മനസ്സ് അവിടെയായിരുന്നു. ഇതെന്താ ഈ കാണിച്ചു കൂട്ടിയെ? വണ്ടി ഓടിക്കുമ്പോ സൂക്ഷിച്ചു ഓടിക്കണ്ടേ? എന്തെങ്കിലും പറ്റിപ്പോയല്ലേ നഷ്ടം എനിക്കല്ലേ? എന്റെ ബോധം പോകും മുമ്പ് ഞാൻ എന്താ ചിന്തിച്ചെന്നറിയോ? എന്താ? ഞാൻ എന്റെ നവീന്റെ കൂടെ ജീവിച്ചു തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് എനിക്കെന്റെ ജീവനും ആരോഗ്യവും തിരിച്ചു തരണേ എന്ന്. താൻ പറഞ്ഞ പോലെ കുറച്ചു സമയം മിണ്ടാതിരിക്കുകയോ കാണാതിരിക്കുകയോ ഒക്കെ ചെയ്താലേ ശരിക്കും മിസ്സിങ്ങാ. എനിക്കത് ശരിക്കും ഫീൽ ചെയ്തു. എന്നോട് എന്തിനാ മാം കള്ളം പറഞ്ഞത്? ഗാഥ ഹോസ്പിറ്റലാണെന്ന് എന്താ പറയാതിരുന്നത്? അത് മോളെ ഈ കണ്ടീഷനിൽ കണ്ടാല് നവീന് വിഷമാവും തോന്നി, അതുകൊണ്ടാ പറയായിരുന്നേ. പിന്നെ മറച്ചുവെക്കലുകൾ ഞാനല്ലല്ലോ തുടങ്ങിയത്. കളരിക്കൽ കുടുംബക്കാർ ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെക്കുന്നില്ലേ? എന്ത് മറച്ചു വെച്ചു? നിങ്ങളുടെ വിവാഹ നിശ്ചയ ദിവസം അവിടെ സർപ്പക്കാവിൽ വെച്ച് നടന്നത് എന്തിന്റെ പരിഹാര പൂജയായിരുന്നു? കുടുംബത്തിന്റെ മേലുള്ള സർപ്പശാപത്തിന്റെ അല്ലേ? അകാല മരണം സംഭവിച്ച പെണ്ണുങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും അവിടെ കർമ്മങ്ങൾ നടത്താറില്ലേ? സി മാഡം, അതൊക്കെ മുത്തശ്ശേരി ഡിപ്പാർട്ട്മെന്റാ. എനിക്ക് അത്തരം കാര്യങ്ങളും അറിയില്ല, അതിലൊന്നും വിശ്വാസമില്ല. ഗാഥ, താനെങ്ങനെയാ ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ നവീനോടുള്ള സ്നേഹത്തിൽ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. ഗുഡ്. അപ്പം മോളൊരു കാര്യം ചെയ്യും, പെട്ടെന്ന് ഈ ബെഡിൽ നിന്ന് എണീറ്റ് പോരാൻ നോക്ക്. എന്നിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പോ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ഇപ്പൊ പോണ്ട നവീൻ, കുറച്ചു സമയം കൂടി എന്റെ അടുത്തിരിക്ക്. അതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് ഞാൻ വരാം. എന്നിട്ട് പിന്നെ വേണമെങ്കിലേ എല്ലാരെയും വീട്ടിൽ പറഞ്ഞയച്ചിട്ട് ഞാൻ കൂടെ ഇരിക്കാം. സത്യാണോ? പിന്നെന്താ, അല്ലെങ്കിലും ഞാനല്ലേ കാത്തു സൂക്ഷിക്കേണ്ടത്. ഓക്കെ, എന്ന് ഞാൻ ഇറങ്ങട്ടെ.